നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. എല്ലാവർക്കും ആദ്യമായിട്ട് ഓണാശംസകൾ നേരുന്നു. അടുത്ത ആഴ്ചത്തെ വാരഫലമാണ് നമ്മൾ നോക്കുന്നത്. അതായത് 2026 ഓഗസ്റ്റ് 16 മുതൽ 22 വരെയുള്ള ആഴ്ചയിലെ ഫലം. ഇന്ന് നമുക്ക് മൂലം നക്ഷത്രം മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലമാണ് നോക്കാനുള്ളത്. മൂല നക്ഷത്രക്കാരെ സംബന്ധിച്ച് 9ാം ഭാവത്തിലേക്ക് സൂര്യൻ മാറുന്നത് വളരെ ഗുണകരമായിട്ട് വരും. പ്രവർത്തനത്തിൽ ഉത്സാഹമുണ്ടാകും. ഒരേ സമയത്ത് ഒന്നിലേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള സന്ദർഭമുണ്ടാകും. ഔദ്യോഗിക രംഗത്ത് കൂടുതൽ അധികാരം ലഭിക്കുന്നതാണ്. ബിസിനസ്സിൽ സാമാന്യമായ ലാഭം കിട്ടും. നേരത്തെ നടത്തിയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭമുണ്ടാകും. യാത്രകൾ പലതും ഗുണകരമായിട്ട് വരുന്നതാണ്. നല്ല ആളുകളെ പരിചയപ്പെടാനും യോഗമുണ്ടാകും. പരമ്പരാഗത സ്വത്തൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. പിതാവിൻ്റെ ചികിത്സയൊക്കെ ഫലിക്കുകയും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യുന്നതാണ്. അത് സന്തോഷം നൽകും. ഓണക്കാലം വളരെ ഗുണകരമായിരിക്കും. വ്യാപാര രംഗത്തും അനുകൂലമായ ഫലങ്ങൾക്കാണ് അടുത്ത ആഴ്ച സാധ്യതയുള്ളത്. അടുത്ത ആഴ്ചയുടെ അവസാനം ഏതാനും ദിവസങ്ങൾ 2-3 ദിവസങ്ങൾ ദേഹക്ലേശത്തിന് സാധ്യതയുണ്ട്. വലിയ ദോഷങ്ങൾക്ക് സാധ്യതയില്ല. പൂരാടം നക്ഷത്രമാണ് അടുത്തത്. പൂരാടം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ 9ലേക്ക് കടക്കുന്നതിൻ്റെ ആശ്വാസം ലഭിക്കുന്നതാണ്. നേരത്തെ നിർത്തിവെച്ചിരുന്ന പല പ്രോജക്റ്റുകളും വീണ്ടും ആരംഭിക്കാനായിട്ട് ആലോചിക്കുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. മേലധികാരികളുമായിട്ടും സഹപ്രവർത്തകരുമായിട്ടുമൊക്കെ നല്ല രീതിയിൽ സ്നേഹത്തോടു കൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുകൊണ്ട് ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. ലക്ഷ്യങ്ങളൊക്കെ ഒരുവിധം നേടാനായിട്ട് സാധിക്കും. വീട്ടിൽ പൊതുവേ സമാധാനം ഉണ്ടാകുന്ന അന്തരീക്ഷമാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ വലുതായിട്ട് ബുദ്ധിമുട്ടിക്കില്ല. കലാകാരന്മാർക്ക് സ്റ്റേജുകൾ കൂടുതലായിട്ട് കിട്ടിയേക്കും. ശനി അത്ര ഗുണകരമല്ല. അടുത്ത ശനിയാഴ്ച അത്ര ഗുണകരമല്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ശനിയാഴ്ച ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ ഉള്ളത് നല്ലതാണ്. ഇനി അടുത്തത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാട നക്ഷത്രക്കാരുടെ ഫലം നോക്കുമ്പോൾ ഏതൊരു കാര്യത്തിലും നല്ല രീതിയിൽ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് അടുത്ത ആഴ്ച ശ്രദ്ധിക്കുക. കർമ്മരംഗം ഗുണകരമാണ്. മാർക്കറ്റിംഗ് രംഗത്ത് വളരെ മെച്ചമായ അവസരങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ വ്യാപാരികൾക്ക് വരുമാനം വർദ്ധിക്കുന്നതുമാണ്. ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ ചില രഹസ്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ഗുണകരമാവില്ല. അതുകൊണ്ട് തന്നെ വളരെ വിശ്വസ്തരോട് മാത്രമേ അത് പറയാവുള്ളൂ, അല്ലെങ്കിൽ അബദ്ധം സംഭവിക്കാം. ശത്രുക്കൾ ആ കാര്യങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യാനും സാധ്യതയുണ്ട്. ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് വരുമാനം വർദ്ധിക്കുന്നതാണ്. സർക്കാർ ജോലിക്കാർക്ക് അധ്വാന ഭാരം അല്പം വർദ്ധിക്കും. യാത്രകൾ ഉണ്ടാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ യോഗമുണ്ട്. വാഗ്ദാനങ്ങൾ പലതും പാലിക്കാൻ സാധിക്കാത്തത് ചെറിയൊരു മനപ്രയാസം ഉണ്ടാക്കിയേക്കും. തിരുവോണ നക്ഷത്രമാണ് അടുത്തത്. തിരുവോണ നക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾ മാറി ഗുണഫലം ലഭിച്ചു തുടങ്ങുന്ന സമയമാണ്. പൊതുവേ സ്വൈരമുള്ള അല്ലെങ്കിൽ സമാധാനമുള്ള ജീവിതമായിരിക്കും അടുത്ത ആഴ്ച അനുഭവപ്പെടുന്നത്. മേലധികാരികളുടെ ഭാഗത്തു നിന്ന് അനുകൂലമായ തീരുമാനങ്ങളാണ് ഉണ്ടാവുക. മറ്റ് ദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് ഓണാഘോഷത്തിന് എത്തിച്ചേരാൻ സാധിക്കും. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ രക്ഷകർത്താക്കൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണം. പരീക്ഷാ സമയമൊക്കെയാണ് വരുന്നത്. അവരുടെ പഠനത്തിൽ നിന്ന് അവരുടെ ശ്രദ്ധയൊന്ന് മാറിപ്പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ സമയത്തൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഒന്നിച്ചുള്ള ആഘോഷങ്ങൾ പലതും നടത്താനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളും ഒന്നിച്ചും ബന്ധുക്കൾ ഒന്നിച്ചും ഒക്കെ ചേർന്ന് നല്ല ആഘോഷങ്ങൾ നടത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ ആരാധനാലയങ്ങൾ, ക്ഷേത്രങ്ങൾ, പള്ളികൾ തുടങ്ങിയവ സന്ദർശിക്കാൻ അവർക്ക് യോഗമുണ്ട്. ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് ശനിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച ദിവസം അത്ര ഗുണകരമല്ല. ശനിയാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഗുണദോഷ സമ്മിശ്രമായ അനുഭവമായിരിക്കും. അടുത്തത് അവിട്ട നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് വാരാദ്യം, അതായത് അടുത്ത ആഴ്ചയുടെ ആദ്യ ഭാഗം അത്ര ഗുണകരമല്ല. ഞായറും തിങ്കളും അത്ര നല്ലതല്ല. അതിനുശേഷം പൊതുവെ അനുകൂലമായ ദിവസങ്ങളാണ്. സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ സാധിക്കും. ചില സുഹൃത്തുക്കളെയൊക്കെ സഹായിക്കാനായിട്ട് ബാക്കിയുള്ളവർ ചേർന്ന് തീരുമാനമെടുക്കും. അവിട്ടം മകരക്കൂറുകാർക്ക് കുറച്ച് നല്ല ധനാനുഭവങ്ങൾ ഉണ്ടാകും. സാമ്പത്തികമായിട്ട് മെച്ചപ്പെടും. തൊഴിൽ രംഗം ഗുണകരമായിട്ട് മുന്നോട്ട് പോകും. എതിരാളികളുടെ നീക്കങ്ങളെയൊക്കെ തടയാനായിട്ട് സാധിക്കും. പിന്നെ ജന്മ നക്ഷത്രത്തിൽ രാഹു സഞ്ചരിക്കുന്നതുകൊണ്ട് ചെറിയൊരു ടെൻഷൻ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മനസ്സിന് പലവിധ ചിന്തകൾ ഇങ്ങനെ വന്ന് മറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യകാര്യത്തിൽ കരുതലുണ്ടാകണം. ഉറക്കക്കുറവൊക്കെ ഉള്ളവർ
നല്ല രീതിയിൽ യോഗ ചെയ്തോ എക്സർസൈസ് ചെയ്തോ അതുപോലെ തന്നെ ശ്വാസ ക്രമീകരണത്തിലൂടെയൊക്കെ അത് പരിഹരിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. കഴിയുന്നതും ഉറക്കക്കുറവിന് മരുന്ന് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. അടുത്ത ചതയം നക്ഷത്രമാണ്. ചതയം നക്ഷത്രക്കാർക്ക് ബിസിനസ്സിൽ സാമാന്യം ലാഭം ഉണ്ടാകാൻ യോഗമുണ്ട്. പരസ്യത്തിലൂടെ ആയിരിക്കും ഉപഭോക്താക്കൾ കൂടുതലായിട്ട് വന്നു ചേരുന്നത്. നമുക്ക് പുതിയ ചില ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും ഈ ഓണക്കാലത്ത്. പ്രമോഷൻ പെട്ടെന്ന് കിട്ടണമെന്നില്ല, എന്നാലും ജോലിയിൽ വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് സഹപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിൻ്റെ ഇഷ്ടങ്ങൾ പരിഗണിക്കുന്നത് കൊണ്ട് ജോലിയിലൊരല്പ ലാഗിങ് അല്ലെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്. കുടുംബകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം എടുക്കുന്നതുകൊണ്ട് ജോലി അല്പം പ്രയാസപ്പെട്ടേക്കാം. പിന്നെ ബന്ധുക്കൾക്ക് സംബന്ധമായിട്ട് സഹായം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അടുത്ത ആഴ്ചത്തെ ഞായറും തിങ്കളും അത്ര ഗുണകരമല്ല. ഈ സമയത്ത് സമ്മർദ്ദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹന ഉപയോഗത്തിലും ശ്രദ്ധിക്കുക. അതിനുശേഷം പൊതുവെ ഗുണകരമാണ്. പൂരുട്ടാതി നക്ഷത്രക്കാരുടെ അടുത്ത ആഴ്ചത്തെ ഫലം നോക്കുമ്പോൾ അവർക്ക് ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. വെല്ലുവിളികൾ പലതും ഉണ്ടാകുമെങ്കിലും അതിനെയെല്ലാം മറികടന്ന് മുന്നോട്ട് പോയേക്കാം. ചെറിയ ചെറിയ തടസ്സങ്ങൾ പലപ്പോഴും നമ്മുടെ മുമ്പിൽ വന്നുപെടും. പിന്നെ ധനച്ചെലവ് വർദ്ധിക്കുന്നത് ചെറിയ പ്രയാസം ഉണ്ടാക്കും. കൂട്ടുകെട്ടുകൾ മുഖേനയായിരിക്കും ഈ ധനച്ചെലവ് വർദ്ധിച്ചു പോകാൻ സാധ്യതയുള്ളത്. കൂട്ടുകാരുമൊത്ത് വിരുന്നുകളിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ യാത്രകൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പണം ചിലവഴിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായേക്കാം. പിന്നെ വ്യാപാരത്തിൽ വളർച്ചയുണ്ടാകും. ഉപഭോക്താക്കളുമായിട്ട് നല്ല രീതിയിൽ പെരുമാറുന്നത് കൊണ്ട് കൂടുതൽ ആളുകൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നെത്തുന്നതാണ്. ഏജൻസി കമ്മീഷൻ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമാണ്. കുടുംബത്തിൻ്റെ പിന്തുണ എല്ലാ കാര്യത്തിലും കിട്ടുന്നതാണ്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും അത്ര ഗുണകരമല്ല. അന്ന് എല്ലാ കാര്യത്തിലും ഒന്ന് ശ്രദ്ധിക്കുക. കസ്റ്റമേഴ്സിനോട് സംസാരിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ഉത്രട്ടാതി നക്ഷത്രം നോക്കാം. ഉത്രട്ടാതിക്കാർക്ക് അടുത്ത ആഴ്ച കർമ്മരംഗത്ത് കൂടുതൽ അധ്വാനം ആവശ്യമായിട്ട് വന്നേക്കും. പിന്നെ നമ്മുടെ ജോലിയിലോ അല്ലെങ്കിൽ നമ്മുടെ വ്യാപാരത്തിലോ ഉള്ള പോരായ്മകൾ പരിഹരിക്കാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നതാണ്. അതിനു വേണ്ടിയിട്ട് വിദഗ്ധരുടെ ഉപദേശവും തേടിയേക്കും. നമ്മൾ പുതുതായിട്ട് ഇറക്കുന്ന ഉൽപ്പന്നങ്ങൾ നല്ല രീതിയിൽ വിറ്റ് പോകുന്നത് സന്തോഷം നൽകും. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ തുടങ്ങിയവയൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും. ആ രംഗത്ത് ബിസിനസ് നടത്തുന്നവർക്കും ഗുണകരമാണ്. വിവാഹ ആഘോഷത്തിലൊക്കെ പങ്കെടുക്കാൻ യോഗമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുറേ കാരുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ അത്ര ഗുണകരമല്ല. അന്നത്തെ ദിവസങ്ങളിൽ ഈ പഠന കാര്യങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നവർ ഇതൊക്കെ ശ്രദ്ധിച്ചോണം. സാധനങ്ങളൊന്നും എടുക്കാൻ മറന്നു പോകരുത്. അതായത് പേന, ഫയൽ തുടങ്ങിയ കാര്യങ്ങൾ, നമ്മുടെ അവിടെ പോയിരുന്ന് സ്കൂളിൽ പോയിരുന്ന് പഠിക്കേണ്ട പാഠഭാഗങ്ങളൊക്കെ കയ്യിലെടുക്കാൻ മറക്കരുത്. തലേദിവസം തന്നെ എല്ലാം എടുത്തു വെക്കണം. മറവി കൊണ്ട് അബദ്ധങ്ങൾ സംഭവിക്കാനാണ് സാധ്യതയുള്ളത്. ഇനിയുള്ളത് രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രം മീനക്കൂറിലാണ് വരുന്നത്. അവർക്ക് വക്ര ശനി രേവതി നക്ഷത്രത്തിലാണിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് മനക്ലേശവും ആലസ്യവും അനുഭവപ്പെട്ടേക്കാം. പക്ഷേ സൂര്യൻ അനുകൂലമാകുന്നത് കൊണ്ട് കർമ്മരംഗത്ത് ഗുണകരമായ അനുഭവങ്ങളാണ് ഉണ്ടാവുക. വ്യാപാരത്തിലും സാമാന്യം ഗുണകരമായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് ജോലിയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. മനപ്രയാസം ഉണ്ടാവുകയും ചെയ്യും. അതായത് കുടുംബകാര്യങ്ങളും ജോലിയും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായേക്കാം. ചുമതലകൾ വർദ്ധിക്കുന്നതാണ്. വ്യാപാരത്തിൽ ലാഭം ഉണ്ടാകുന്നതാണ്. മക്കൾക്ക് ഗുണകരമായ കാലമാണ്. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. വിദേശത്തോ അല്ലെങ്കിൽ അന്യനാട്ടിലോ ജോലി ചെയ്യുന്നവർക്ക് ഓണാഘോഷത്തിനായിട്ട് നാട്ടിലെത്താനും സാധിക്കുന്നതാണ്. ചൊവ്വ, ബുധൻ ദിവസങ്ങൾ രേവതി നക്ഷത്രക്കാർക്ക് ഗുണകരമല്ല. അന്ന് പ്രധാന കാര്യങ്ങൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ജാതകം ഒന്ന് പരിശോധിപ്പിച്ച് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ആ ദിവസങ്ങൾ കൂറുഫലം വെച്ച് നോക്കുമ്പോൾ, രാശിക്കൂറിൻ്റെ ഫലം വെച്ച് നോക്കുമ്പോൾ അത്ര ഗുണകരമല്ല. അപ്പോൾ ഇതാണ് നമുക്ക് മൂലം മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ അടുത്ത ആഴ്ചത്തെ സാമാന്യ ഫലം.